ഹായ്, വെൽക്കം ടു ചായ് ബ്രേക്സ്. സോ നമ്മുടെ ചായ് ബ്രേക്സിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജസ്റ്റിൻ ചേട്ടൻ ആൻഡ് ആര്യനന്ദന. സോ വെൽക്കം ടു ബിറ്റ്വീൻ ചായ് ബ്രേക്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ എന്നത്തെയും പോലെ വളരെ ജെൻസിക്ക് ആണെങ്കിലും എല്ലാവർക്കും വളരെ റിലേറ്റബിൾ ആയിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം, എസ്പെഷ്യലി ബേസ്ഡ് ഓൺ കൊട്ടാരക്കര. സോ കൊട്ടാരക്കരയിൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന റിലേറ്റബിൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ജെൻഡർ റിലേറ്റഡ് ഒരു ടോപ്പിക്കാണ്, പ്രിയദർശിനി. ഓക്കെ, എല്ലാവർക്കും കേട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രിയദർശിനി. സോ അതിനെ പറ്റി അപ്പൊ ആര്യനന്ദന ആണെങ്കിലും ജസ്റ്റിൻ ചേട്ടന്റെ വീട് ആക്ച്വലി പത്തനംതിട്ടയിലാണ്. അപ്പൊ ആളാണെങ്കിലും KSRTCയിൽ ഡെയിലി ട്രാവൽ ചെയ്യുന്ന ആളാണ്. ആര്യനന്ദന ആണെങ്കിലും കൊല്ലത്ത് പഠിക്കുകയാണ്. ആര്യനന്ദന ആണെങ്കിലും ഡെയിലി KSRTCയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ ഒരു വ്യൂ വെച്ചിട്ട് ഇത് നല്ലതാണോ അതോ മോശമാണോ, ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ എന്തൊക്കെയാ ആര്യനന്ദന? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഇത്തിലൂടെ എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു. ലൈക്ക് സ്റ്റുഡൻസിന് ഫോക്കസ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാതെ സ്റ്റുഡൻസിന് ഫോക്കസ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇത്തിലൂടെ എഫക്റ്റീവ് ആയിരുന്നേനെ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് ഇനിഷ്യലി തന്നെ കാണാൻ പറ്റും അവിടെ ഒരു ഇക്വാളിറ്റി ഞാൻ കാണുന്നില്ല. ഞാൻ പേഴ്സണലി കൊല്ലത്ത് SM കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ എഴുകോണെന്നാണ് കയറുന്നത്, എന്റെ വീട് എഴുകോണാണ്. സോ പ്രിയദർശിനി ഇംപ്ലിമെന്റ് ആയ ഡേയ്സ് ഓൺ വേർഡ്സ് എന്നും KSRTCയിൽ വഴക്കാണ്. നമുക്കാണെങ്കിൽ പോലും സീറ്റ് കിട്ടിയാൽ പോലും നമുക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരൊക്കെ വന്ന് എഴുന്നേപ്പിക്കും. റീസെന്റ് ആയിട്ട് ഒരു ദിവസം ഞാൻ പോയ സമയത്ത് ബോർഡില്ല, ലൈക്ക് എഴുതിയിട്ടുണ്ടല്ലോ ചിലയിടത്ത് പുരുഷന്മാര് അമ്മയും കുഞ്ഞും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ നിന്നത് തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു സീറ്റില് ബോർഡില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു ചേട്ടൻ വന്നിട്ട് എഴുന്നേക്ക്, നിങ്ങൾ ഫ്രീ ആയിട്ട് കയറി പോകില്ലേ, നിങ്ങളെങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി റേസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്ന ബെനിഫിറ്റ് ആണ്, സോ ഉള്ള കാലം വരെ ഞങ്ങൾ അത് യൂസ് ചെയ്യും. അവിടെ ബോർഡ് പോലും ഇല്ല, എന്നിട്ട് പോലും ഇരിക്കാൻ പോലും ചിലർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പബ്ലിക് സ്പേസിലൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ പലപ്പോഴും കാണാറുണ്ട്. ഒരു ദിവസം ചന്ദനത്തോപ്പിൽ ഒരു ചേച്ചി ഇറങ്ങി, ചേച്ചി ഡോർ ക്ലോസ് ചെയ്യാതാണ് ഇറങ്ങിയത്. അപ്പം കണ്ടക്ടർ വരെ പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രീ ആയിട്ട് കയറി പോലെ ഡോറെങ്കിലും ഒന്ന് അടച്ചിട്ട് പോകും എന്ന്. അപ്പൊ പബ്ലിക്കായിട്ട് പോലും നമുക്കൊരു വിഷമാണ്, ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഓസിന് കയറി പോവല്ലേ എന്നൊരു ടോക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് കൈൻഡ് ഓഫ് ലൈക്ക് എന്ത് ഒരു സെപ്പറേഷൻ യൂസ് ചെയ്ത് എന്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ഐ മീൻ ഇപ്പൊ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ട് ഇപ്പൊ ജെൻഡറിനെക്കാട്ടിലും നല്ലതല്ലായിരുന്നു ഒന്നെങ്കിൽ ഒരു ഏജ് ബയസില്, ഇല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇപ്പം അങ്ങനത്തെ ഒരു കാർഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു, ഇന്ന കാർഡ് കാണിച്ചിട്ട്. അപ്പൊ അങ്ങനെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു? അതിനകത്താണ് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, ആ റേഞ്ചില് ആൾക്കാരെ തരംതിരിച്ചിട്ട് ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഇതിന് ബെനിഫിറ്റ് കിട്ടുന്ന പോലെ ചെയ്യാനായിരുന്നു. നമ്മൾ എന്തായാലും ഒരിത്തിരി എഫേർട്ട് ഇട്ട് പോയി അപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും ആൾക്കാർക്ക് കാണിക്കാനുള്ളൊരു ഇതിപ്പോ നമ്മള് ചുമ്മാ, ഞങ്ങളുടെ അവിടെ ഒരു ആന്റി ഉണ്ട്, ആള് രാവിലെ എവിടെ തൊട്ടപ്പുറത്ത് ആന്റി എവിടെ പോ ചുമ്മാ കൊട്ടാരക്കരൊക്കെ ഒന്ന് പോവാ ലൈക്ക്. അപ്പം എന്റെ വീട്ടിലിങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇതാണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്യുന്ന, അത്യാവശ്യങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ചുമ്മാ എന്തായാലും കൊല്ലത്ത് ഞാൻ കുറെ വീഡിയോസ് കണ്ടു, കോഴിക്കോട് എവിടേക്ക് ഉള്ളൊരു പെൺകുട്ടികള് വെറുതെ ട്രാവൽ ചെയ്യുന്നു, മറ്റേ ചുമ്മാ ചേട്ടൻ കണ്ടിട്ടില്ല, മറ്റേ സൈൻ ലബാൻഡ് പോയി കഴിക്കുന്നു. അപ്പൊ ഇതൊക്കെ ആക്ച്വലി വളരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് വേറെ കാര്യമുണ്ട്, ഈ പണ്ടൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോ എനിക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ബാക്കി ബാലൻസ് തരാതിരിക്കുക, നമ്മളൊക്കെ റൂഡായിട്ട് സംസാരിക്കുന്ന അങ്ങനെയൊക്കെ. പ്രൈവറ്റ് ബസ് ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം, ബാലൻസ് വേണോ കിട്ടിയില്ലേ. ഞങ്ങളുടെ അവിടുത്തെ ഒരു ഫൺ ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് പ്രൈവറ്റ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും നല്ല തിരക്കാ. അങ്ങനെ ഒരു 1 month മുന്നേ വരെ ഒരു KSRTC അവർ ഇറക്കി. 1 monthലേക്ക് ആരും ഇല്ലായിരുന്നു. അങ്ങനെ KSRTC സ്റ്റോപ്പ് ചെയ്ത ടൈമിൽ ഇവര് പ്രിയദർശിനി കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങളുടെ അടുത്തായി ഗവി എന്ന് പറയുന്നത്. അവിടത്തേക്ക് 3-4 ഓർഡിനറി ബസ് ഉണ്ട്.
ഓക്കെ ഇപ്പൊ അത് ഫുള്ള് സ്ത്രീകളാണ്. ഓക്കെ, ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഗവിയിലേക്ക് നമുക്ക് പോവാൻ ഈ പ്രിയദർശിനി കിട്ടുമോ? ഉണ്ട്, ഉണ്ടല്ലേ? full സ്ത്രീകളാണ്. അവിടെ ചുമ്മാ വന്ന് രാവിലെ ഗവിക്ക് പോവാ, തിരിച്ചു അല്ല, നമുക്കിപ്പോ കൊട്ടാരക്കരയിൽ വരാൻ പറ്റുമോ? കൊട്ടാരക്കരയിൽ എനിക്ക് ഉണ്ടോ അറിയത്തില്ല. പത്തനംതിട്ട വന്നു കഴിഞ്ഞാൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? സ്റ്റോപ്പ്, പിന്നെ അല്ലാതെ ഓർഡിനറി ബസ്സുണ്ട് ഓക്കെ, ഗവിക്ക് പോകാൻ. ആ ഗവിക്ക് പോകാൻ പണ്ട് കൂടുതലും പുരുഷന്മാരായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ സ്ത്രീകളാണ്. അല്ല അതെന്താ പുരുഷന്മാരെന്ന് പറഞ്ഞേ? എന്താ ഫാമിലി ആയിട്ട് നമ്മള് ഫാമിലിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ദൂരയാത്ര ചേട്ടൻ വന്ന് ടെൻഷനായി. പണ്ടെന്ന് വെച്ചാല് എനിക്ക് ദൂരയാത്ര പോകാനൊരു എന്താ പേടിയൊക്കെ ആയതുകൊണ്ട് അവരെല്ലാവരും എന്താ വരവ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോ ഇത് ഫ്രീ ആണ് അറിഞ്ഞപ്പോഴും തന്നെ ഇടിച്ചു കുത്തിയാണ് ഗവിക്ക് പോകുന്നത്. ചുമ്മാ ഗവി മാത്രമല്ല, ഗവിയിലെ ലാസ്റ്റ് സ്റ്റോപ്പ് കുമളി വരെ വണ്ടി പോകും. കുമളി പോയിട്ട് വൈകിട്ട് ആൾക്കാർ തിരിച്ചു. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് മറ്റല്ലേ, ജസ്റ്റ് ബസ് ട്രിപ്പിന് പോവാ. അടിപൊളി. അതുമല്ല, ഇപ്പൊ ഏറ്റവും ഒരു കോമഡി എന്ന് വെച്ചാല് ഇപ്പൊ ടൂ വീലർ കൂടെയുള്ള വനിതകളുടെ യാത്ര കുറഞ്ഞു. അതെനിക്കൊരു എല്ലാവരും ബസ്സിൽ പോയതോടുകൂടി ടൂ വീലർ ഉള്ള സ്ത്രീകളുടെ യാത്ര കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ വലിയ അപകടമില്ല, റോഡിൽ വലിയ അപകടം അല്ല. സ്ത്രീകൾ ഓടിക്കുന്നത് കൊണ്ട് അപകടം അല്ലല്ല, ഞാൻ പറഞ്ഞത് സ്ത്രീകൾ കാരണമുള്ള അപകടം കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ ഒരു റേഷ്യോ നോക്കി കഴിഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതൽ അപകടം വരുത്തുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനല്ലേ ഞാൻ ഏതെങ്കിലും സ്റ്റാറ്റസിൽ മീൻ റെക്കോർഡ്സിലുണ്ടോ? എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് എന്ന് വെച്ചാല് കൂടുതൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ഒന്ന് ബാക്കിൽ ആരും ഉണ്ടോ നോക്കത്തില്ല, ഇൻഡിക്കേറ്റർ ഇടുമ്പോ ലെഫ്റ്റ് ഇടുന്ന പോലെ റൈറ്റോട്ട് ഇടുന്നു, അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ ഞാൻ കൂടുതൽ കാണും അപ്പച്ചന്മാരും സ്ത്രീകളുമാണ്. അപ്പൊ ഞാൻ കണ്ടത് ഇപ്പോഴത്തെ എല്ലാ സ്ത്രീകളും എല്ലാവരും ഇപ്പൊ കൂടുതൽ പോകുന്നത് KSRTC ആണ്. ഇപ്പൊ വഴിയിലുള്ള സ്ത്രീകളുടെ യാത്ര കുറഞ്ഞു. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യൂട്ടോ. ഓക്കെ, അപ്പം അടുത്ത നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ മെയിൻലി ആൺകുട്ടികൾ കരയാറില്ല, ആൺകുട്ടികൾ കരഞ്ഞൂടാ. അതിനെപ്പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താ? അല്ല, നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മ പ്രജുഡിസ് ആണ് പറഞ്ഞത്. അത് മനുഷ്യരായ എല്ലാവർക്കും വികാരങ്ങളില്ലേ? അതെ അതെ. പക്ഷെ എല്ലാരും പറയുന്നത് പുരുഷ ശരിയാണ്, ആണിന് കരയാൻ പാടില്ല, കരഞ്ഞ അത് പെണ്ണിനെ പോലെ, പെണ്ണിനെ കരയാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, ഇത് എന്തുവാ നമ്മുടെ ആൾക്കാർ പണ്ട് മുതലേ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആണിന് കരയാൻ പാടില്ല, ഒരു മുൻവിധിയാണ്. പക്ഷെ അല്ല, കരയുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെല്ലാം. അല്ല, അങ്ങനത്തെ ഒരു പ്രജുഡിസ് ഉള്ളത് കൊണ്ട് തന്നെ ബോയ്സിന് പല ഓപ്പൺ അപ്പ് ആവാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ കുറെ സൂയിസൈഡ്സ് ഒക്കെ നടക്കുന്നില്ല, പറയാൻ ആരുമില്ല. ആ ഫാമിലിയുടെ മുന്നിൽ കരഞ്ഞ നാണക്കേടാന്ന്. ഇപ്പൊ ചേട്ടൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഐ മീൻ, കരയാൻ ബുദ്ധിമുട്ട് തോന്നി, അല്ലെങ്കിൽ അയ്യോ എന്ത് വിചാരി അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് കരയാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി പോകുന്നു, ബാത്റൂമിൽ കയറുന്നു, പൊട്ടിക്കരയുന്നു, വെള്ളം തുറന്നു, പൊട്ടിക്കരയുന്നു. ഇതാണ് എന്റെ പരിപാടി. ഓക്കെ, ഗേൾസിന് അങ്ങനെ എന്തൊക്കെ സ്റ്റിഗ്മാസ് അങ്ങനെ കുറെ ഉണ്ട്. നമ്മുടെ മെൻസ്ട്രൽ റിലേറ്റഡ് സ്റ്റിഗ്മാസ് ആണെങ്കിൽ അതേപോലെ ടൈമിന് പുറത്തിറങ്ങിക്കൂടാ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയിട്ട് ഇത്തിരി ലിബറൽ ആയിട്ടുണ്ട്. പണ്ടത്തിൽ നിന്ന് ഇച്ചിരൂടെ മാറ്റം വന്നിട്ടുണ്ട്. ഫുള്ളി മാറിയിട്ടുണ്ടെന്നല്ല, പല ഫാമിലീസ് ഇപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോ ഫാമിലി വിട്ടാ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇവിടെ പോവാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ എത്രയൊക്കെ ഇംപവേർഡ് ആണെന്ന് പറഞ്ഞാലും നമുക്കൊരു എന്താ എനിക്ക് സത്യം പറഞ്ഞ് പറയാലോ ഇൻസെക്യൂരിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ കാണുമ്പോ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് സോനാന്ന് പറഞ്ഞത്, പുള്ളിക്കാരി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഓ നിന്നെ കണ്ടാ പറയത്തില്ല ബസ്സിലൊക്കെ കയറി ഇത്ര പേടിയാന്ന്. എനിക്ക് ഭയങ്കര പേടിയാ. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പേടിയിൽ ഇൻസെക്യൂരിറ്റി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഐ മീൻ ടിക്കറ്റ് എടുക്കാൻ പൈസ പെട്ടെന്ന് കളഞ്ഞു, ഇങ്ങനത്തെ ഭയങ്കര ഓവർ തിങ്കിങ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അത് മാത്രമല്ല സോഷ്യൽ മീഡിയ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്ലി പോസിറ്റീവായിട്ടും ഓക്കെ, കുറെ ഗേൾസ് സോളോ ട്രിപ്പിനൊക്കെ പോകുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേസമയം കുറെ ഗേൾസിന്റെ എക്സ്പീരിയൻസസ് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു KSRTC ബസ്സിൽ ഒരു പെൺകുട്ടി ഒരു അബ്യൂസ് നേരിട്ടു. ആ പെൺകുട്ടി അവിടെ വെച്ച് റിയാക്ട് ചെയ്തു, ആ ബസ്സിലെ കണ്ടക്ടർ പോലും സംസാരിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ആയിരിക്കും നമ്മൾ എങ്ങനെ സത്യം പറഞ്ഞ പുറത്ത് പോവാനാണല്ലേ? അത് ശരിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും എല്ലാരും ഉദ്ദേശിക്കുന്ന വെച്ചാല് പ്രതികരിക്കാതിരിക്കും, സ്വന്തം കാര്യം നോക്കുക. ചിലർക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇതിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തലയിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നം. മറ്റേ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ, ഓഫീസർ ഓൺ ഡ്യൂട്ടി? കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടിട്ടുള്ളത്. ആ സിനിമയ്ക്കകത്ത് നമ്മൾ ആക്ച്വലി കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, കുഞ്ചാക്കോ ബോബന്റെ വൈഫ് പ്രിയാമണി അല്ലേ, ആ പുള്ളിക്കാരി ഇതേപോലെ സോഷ്യലി ഒരു ബസ്സിലുണ്ടായ ഒരു ഡ്രഗ് അബ്യൂസിന് എതിരെ റിയാക്ട് ചെയ്തിട്ട്
പിന്നെ പുള്ളിക്കാരുടെ മോൾഡ് പോൺ വീഡിയോസ് കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇറങ്ങി ഭയങ്കര ഇഷ്യൂ ആയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ആ കൊച്ചിന് ഡ്രഗ് യൂസ് ചെയ്തു. നമുക്ക് ആ സിനിമയൊക്കെ കണ്ട് നമുക്ക് ഇത്രയും ട്രോമറ്റൈസ്ഡ് ആയി. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാം പോലും യൂസ് ചെയ്യാൻ പേടിയാണ്. സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫോൺ എടുത്തൊരു ഫോട്ടോ എടുക്കാൻ നമുക്ക് പേടിയായിട്ടുള്ള സൊസൈറ്റി. കാരണം നമ്മുടെ മോർഫിങ് അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഗേൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൂടുതലും എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് തന്നെയാണ് മോർഫിങ്ങിലേക്ക് പോകുന്നത്. പക്ഷെ എത്ര പ്രൈവറ്റ് ആക്കിയാലും അത് എടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇപ്പൊ ഉണ്ടല്ലേ. ഞാനൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഞാൻ ഡെയിലി നോക്കാം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ. പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ക്ലോസ് വൺ. പക്ഷെ എനിക്ക് തോന്നുന്നു എത്ര പ്രൈവറ്റ് ആക്കി വെച്ചാലും നമ്മുടെ ഫോട്ടോസ് പോകാനുള്ളതാണെങ്കിൽ പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉണ്ടോന്ന് പോലും നമുക്ക് അറിയില്ല. ആക്ച്വലി കുറെ പേര് അവെയർ അല്ല ഇതിനെപ്പറ്റി. ഇപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത് നമ്മള്? അതെ അതെ, ഒന്നെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, സൂയിസൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് ആക്ച്വലി ഇതിന്റെ പ്രോപ്പർ ലോസും ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അവയർനെസ്സും കൊടുത്താൽ നല്ലതായിരിക്കില്ലേ? ചെറുപ്പം മുതൽ തന്നെ എല്ലാവർക്കും ഇതിന്റെ ഒരു അവയർനെസ് സ്കൂളിൽ തന്നെ കൊടുക്കണം. അതെ അതെ അതെ, എന്ന് എപ്പോഴും അതെ. അത് മാത്രല്ല നമ്മുടെ ഒരു മറ്റേ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒക്കെ ഇത് കണ്ട് എന്തത് ഈ ടെലഗ്രാം ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്യുന്ന സിനിമ ആയിട്ടാണ്. ഇപ്പൊ സിനിമ കാണാൻ പോലും ടെലഗ്രാം യൂസ് ചെയ്യാൻ പേടിയാണ്. അപ്പൊ ഇത്ര ഇൻസെക്യൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ നീറ്റ് എക്സാംസ് ഒക്കെ വന്ന സമയത്ത് പേപ്പർ ലീക്ക് ആയ സമയത്ത് സത്യം പറയാലോ ടെലഗ്രാം ഇല്ലാന്ന് കേട്ടപ്പോ ഭയങ്കര സമാധാനമായിരുന്നു. കാരണം അതേപോലത്തെ ആ ഈഗിൾ ഗെയിമിങ്ങിന്റെ ആ ഒരു ഗ്രൂപ്പ് കാര്യങ്ങൾ പുള്ളി കുറെ സ്ക്രീൻ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വയ്യ നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ബാൻ ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അൺവാണ്ടഡ് ആയിട്ടൊരു ആപ്പ് അല്ലേ ടെലഗ്രാം. നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ആൾക്കാർക്ക് അറിയില്ല. സോ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയാത്തവരെ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതല്ലേ ഇപ്പം ടെലഗ്രാം നല്ല ഏതൊരു ആപ്പായാലും നമുക്ക് മിസ്യൂസ് ചെയ്യാം. ഏതൊരു ആപ്പായാലും ഇപ്പൊ വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എന്തുവരെ നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ? ഗ്രൂപ്പ് കാര്യങ്ങള്. പക്ഷെ ഇൻസ്റ്റാഗ്രാമില് നമുക്കിപ്പോ ഒരു എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ഷെയർ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് അനലൈസ് ചെയ്യില്ല. എന്തെങ്കിലും അങ്ങനത്തെ ഹൈഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതിനൊക്കെ റൂട്ട് ചെയ്ത് മറ്റു ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പൊ ഹാക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിന് അതിന്റെ ഇൻഫർമേഷൻ ചെല്ലാതെ നമുക്ക് മറ്റു കണ്ടന്റ് ഒക്കെ ഇടാൻ പറ്റുമല്ലേ? അപ്പൊ പിന്നെ ഒരു പെർട്ടിക്കുലർ ആപ്പിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, എല്ലാം നമ്മുടെ ഹ്യൂമാനിറ്റി അനുസരിച്ചിരിക്കും. ആക്ച്വലി നമ്മളാണ് ചിന്തിക്കേണ്ടത്. നാളെ ഇപ്പൊ ചേട്ടനാണെങ്കിലും അനിയത്തി ഉണ്ട്, നമുക്കാണെങ്കിലും സിസ്റ്റേഴ്സ് ഉണ്ട്. സോ അതൊക്കെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതിനെ സോഷ്യൽ മീഡിയ മച്യൂരിറ്റി സംഭവമാണ്. അതായത് നമുക്കൊരു മച്യൂരിറ്റി വേണം എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയക്ക് നമുക്ക് മെച്ചൂരിറ്റി വേണം. അത് എന്ത് യൂസ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാം ഡിസ്ട്രാക്ഷൻ ആണെന്നൊക്കെ പറയും. പക്ഷെ UPSC ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജ്, പിന്നെ കുറെ നമ്മുടെ ആ പേജുകളുടെ പേരെന്താ, നമ്മുടെ UPSC ഫൗണ്ടേഷൻ കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, കുറെ ഉണ്ട്. നമ്മുടെ എനിക്ക് കറക്റ്റ് പേരുകളൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. എക്സാക്ട്ലി. ഡെയിലി നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ മോർ ഓവർ ഡോക്ടർ ക്രോ. അമ്മയൊക്കെ ഇങ്ങനെ പറയും നീ ഫോൺ കുത്തിയിരിക്കുന്ന ലോകോരം വല്ലതും ഉണ്ടോ? പക്ഷെ ഉണ്ട്. എന്തുകൊണ്ടാ, നമ്മൾ അപ്പൊ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഡോക്ടർ ക്രോമിന്റെ സ്റ്റോറിൽ നമുക്ക് ഭയങ്കര റിലയബിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പേജാണ് ഡോക്ടർ ക്രോമിന്റെ. അല്ല, നാളെ ഇന്നൊരു സംഭവം നടന്ന നാളെ അത് പത്രത്തിൽ വരും, നമ്മള് കാത്തിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ റിയൽ ടൈം അപ്ഡേറ്റ് ആണ്. വിയറ്റ്നാമില് 2 കൊട്ടാരക്കരുള്ള മരിച്ചു. ഞാൻ ആക്ച്വലി പറയുന്നത് ഡോക്ടർ ക്രോമിന്റെ സ്റ്റോറിയിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് പുള്ളി എവിടെയോ ഉള്ള ഒരാള്. നമുക്കിപ്പോ ഇൻഫർമേഷൻ അറിയാൻ നല്ലതിന് യൂസ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാം. അതെ അതെ അതെ. അപ്പൊ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ അടുത്തത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ആണ്. ഇൻസ്റ്റഗ്രാമിൽ നല്ല ലോകം മൊത്തം ഫുട്ബോൾ വേൾഡ് കപ്പ് മാത്രം വരുമ്പം വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ മാത്രം വരുന്ന കുറെ സീസണൽ ഫാൻസ് ഉണ്ട്. അവരെ പറ്റി നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഫുട്ബോൾ കാണാറുണ്ടോ? ഞാന് ഫുട്ബോൾ കാണാന്ന് വെച്ചാല് ഫുട്ബോൾ ഫുള്ള് കാണാറില്ല, ബട്ട് അതിന്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഞാൻ പോർച്ചുഗൽ ഫാൻ.
അപ്പൊ അവര് പുറത്തായി. പിന്നെ കമ്പനി ആരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നില്ല. പോർച്ചുഗൽ പോയപ്പോ വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നില്ല. ഇല്ല ആരെ സപ്പോർട്ട് ഓക്കെ, ആയിരുന്നു. ഞാനും അങ്ങനെ ഭയങ്കര കിടിലായിട്ടൊന്നും കാണാറില്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് അർജന്റീന എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എന്നൊരു ക്വസ്റ്റ്യൻ അല്ല, ഇപ്പൊ ഒരു എന്താ ശീലമായിക്കാണ് ഗേൾസിനെ കണ്ട 10 പ്ലേയേഴ്സിന്റെ പേര് അങ്ങനെ. ആക്ച്വലി അത് ചോദിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ പറയാമേ. എനിക്ക് കുറച്ച്, ഞാൻ ആക്ച്വലി ഇതുവരെ ഫുട്ബോൾ കാണാറുണ്ട്, പക്ഷെ ഞാൻ സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല. ഞാൻ പേഴ്സണലി ഞാനൊരു ബ്രസീൽ, നെയ്മർ, റഫീനിയ, വിനീഷ്യസ് ജൂനിയറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആളാണ്. പക്ഷെ ആസ് എ ബാസ ഫാൻ നമ്മൾ ഏതർ സ്പെയിൻ ഇല്ലെങ്കിൽ ബ്രസീൽ ഇല്ലെങ്കിൽ അർജന്റീന, ഇങ്ങനെ ഒരു തോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പർട്ടിക്കുലർലി എന്താ സ്റ്റോറി ഇടുകയോ നോട്ട് ഇടുകയോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് ഗേൾസ് ഇടുന്നുണ്ട്. അപ്പം എന്റെ ഇത് വെച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഫാൻസ് ആണ്. ഒന്നെങ്കിൽ റൊണാൾഡോ നോക്കിയിട്ട്, അല്ലെങ്കിൽ മെസ്സിനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നെയ്മർ നോക്കിയിട്ട്. ഇവര് 3 പേര് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഫാൻസ് ഇല്ല. ഫാൻസ് ഇല്ലെന്നല്ല, അല്ലല്ല. ഇപ്പം അർജന്റീന, ഇപ്പം ഞാനൊരു റീല് കണ്ടു, അർജന്റീന സ്പെയിനും കൂടെ വന്ന് ആരെ സപ്പോർട്ട് ചെയ്യുന്നു? ഒരു ബാസ ഫാനിന് കൺഫ്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ്? ലെമിൻ യമാലും ഉണ്ട്, മെസ്സിയും ഉണ്ട്. അപ്പൊ ഞാൻ കണ്ട കമന്റ് ആണ്, ബാർസ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ തന്നെ മെസ്സിയാണ്, അപ്പൊ നമ്മൾ അർജന്റീന സപ്പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് കൊബാർസി, ലെമിൻ യമാലിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ബാർസ സപ്പോർട്ട് ചെയ്യുന്നത്. മേ ബി നാളെ അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ബാർസ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇല്ല ബാർസയുടെ മാച്ചസ് ഒന്നും കാണണം എന്നില്ല. അപ്പൊ ഇപ്പൊ ഗേൾസിനെ കാണുമ്പോൾ ഒരു സംഭവമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതില് ചെറുക്കന്മാര് പറയും പെൺപിള്ളേർക്ക് ഒന്നും അറിയില്ല എന്ന് പറയും. എന്നാൽ അതിൽ സത്യം പറഞ്ഞ ഒരു പെർസെന്റേജ് ഓഫ് സത്യം ഉണ്ട് ഫുട്ബോളിന്റെ കാര്യത്തിൽ വരുമ്പോ. ഇത്ര സപ്പോർട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഗേൾസിനും ഫുട്ബോൾ കാണും, പേരെല്ലാവരും അറിയാം. എനിക്ക് മെസ്സി, റൊണാൾഡോ. പക്ഷെ ഇങ്ങനൊരു ഫാൻസ് ഓക്കെ, ഞാന് നോക്കുമ്പോ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, ഓക്കെ ഞാൻ പേര് പറയുന്നില്ല, ആള് ഒരു പോർച്ചുഗൽ ഫാനാണ്. ഓക്കെ, ഒരു പെൺകുട്ടിയാണ്. മാച്ച് 9 മണിക്കാണ്, ഇന്ന് നൈറ്റ് 9 മണിക്ക് മാച്ച് തീർന്നു. നാളെ മോർണിംഗ് 12 മണിക്കായിരിക്കും പുള്ളിക്കാരി മറ്റേ സ്റ്റോറി ഇടുന്നത്. ചിലരുണ്ട് ഇത് ഇടൽ മാത്രമേ ഉള്ളായിരിക്കും. ചിലർ നമ്മൾ ചോദിച്ചാൽ അവർക്ക് ബേസിക് സംഭവങ്ങൾ പോലും അറിയത്തില്ലായിരിക്കും. ചിലർ ഇട്ട് ഫ്ലെക്സ് കാണിക്കുന്നല്ലാതെ നോർമൽ കാര്യങ്ങൾ പോലും അറിയാത്തവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം അർജന്റീനയുടെ ജേഴ്സി ഇട്ടിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒരു പെങ്കൊച്ച് പോയി, 2-3 പെൺപിള്ളേര് മെസ്സി ആരാന്ന് പോലും നേരെ ഇപ്പം ഞാനിപ്പോ ചോദിക്കുകയാണ്, ഇപ്പൊ പോർച്ചുഗൽ ഫാനാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കി റൊണാൾഡോ ഏത് ക്ലബിലാണ് കളിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ആൾക്കാരുണ്ട്. സ്പെഷ്യലി ഗേൾസ് മാത്രല്ല കേട്ടോ, ബോയ്സ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും എന്നെ പൊങ്കാലിടുമായിരിക്കും, പക്ഷെ കുറെ ഗേൾസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മള് എന്തിനാണ് ഈ ഫ്ലെക്സ് ചെയ്ത വലിയ സംഭവം? എനിക്കത് ഇപ്പോഴും മേ ബി അതൊരു മാസം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരു ഫുട്ബോൾ അറിയാന്ന് പറഞ്ഞ മാസാണോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ. ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യുമ്പോ ഞാൻ സപ്പോർട്ട് അങ്ങനെ മൈൻഡ് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഞാൻ റൊണാൾഡോനെ, നമുക്ക് എല്ലാവർക്കും ചെറുതിൽ തൊട്ടേ മെസ്സി, റൊണാൾഡോ, നെയ്മർ അറിയാം, പക്ഷെ നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. അപ്പോ എനിക്കറിയുന്ന ഫ്രണ്ട് പോർച്ചുഗലിന്റെ മാച്ച് കഴിഞ്ഞപ്പോ യു വിൽ കം ബാക്ക് റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കിട്ട് ദൈവമേ എന്തിനാ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ എന്താ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, നമ്മുടെ വർത്തിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ആരാധനയാകാം, ബട്ട് ഒരു ലിമിറ്റ് എന്തിനോടും കൂടുതൽ നമ്മള് എന്താ പറയാ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഗേൾസ് മാത്രല്ല കേട്ടോ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബോയ് ഉണ്ട്, ഇതേപോലെ പോർച്ചുഗൽ ഫാനാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറയാണ്, എടാ എനിക്ക് റൊണാൾഡോനെ ഇഷ്ടമാണ്, റൊണാൾഡോ പോർച്ചുഗലിലാണെന്നോ അല്ല പോർച്ചുഗലിൽ വേറെ ആരൊക്കെ കളിക്കുന്നുണ്ടെന്നോ, അർജന്റീന ഏതാണെന്നോ, ആരൊക്കെ ഇപ്പൊ കളിക്കുന്നുണ്ടെന്നോ, ഇവരൊക്കെ ഏത് ക്ലബ് ഉണ്ടെന്നോ ലീഗ് ഉണ്ടെന്നോ ഒന്നും എനിക്ക് അറിയില്ല, എന്നോടൊന്നും ചോദിക്കല്ലേ. ഷെയർ ദിസ് ടു ദാറ്റ് സീസണൽ ഫാൻ. ഓക്കെ, അത് ഈ ഒരു ടൈമിൽ ഉയർന്നു വരുന്നയാ. ചിലര് ഒരു സീസൺ ലാ ലീഗും ചാമ്പ്യൻസ് ലീഗും ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരെണ്ണത്തിനെ നമ്മൾ കാണുന്നില്ല. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ചില ഒരു വീഡിയോ അത് മീമായിട്ട് ചെയ്തതാണോന്ന് എനിക്ക് അറിയില്ല. അതിനകത്ത് പറയുന്നത് എന്താന്നോ, റൊണാൾഡോയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, 6 pack ഉണ്ട്, അതുകൊണ്ട് ഞാൻ റൊണാൾഡോ ഫാൻ. ഇങ്ങനെ ആ ഒരു അപ്പിയറൻസ് ഉണ്ട്. അത് ശരിയാണ്. ഫുൾ ഒരു കാര്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങള്
ഒപ്പീനിയൻ ഫാൻ ആവുന്ന ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയിട്ട് ഫാൻ ആവുന്നവർ ഓക്കെ, അതുപോലും അറിയാം. മെസ്സി, നിങ്ങൾ മെസ്സിനെ സപ്പോർട്ട് ചെയ്തു, പക്ഷെ മെസ്സി ഏത് ക്ലബിലാ കളിക്കുന്നേ, ഇന്റർ മയാമി ആണോ അതോ ബാർസയിലാണോ, എവിടെയാ കളിക്കുന്നതെന്ന് നോക്കിയിട്ട് മാത്രം സപ്പോർട്ട് ചെയ്യാട്ടോ. കാരണം നാളെ നമുക്കതൊരു ബേസിക് നമ്മളോടുള്ളൊരു സെൽഫ് റെസ്പെക്ട് ആട്ടോ. അത് എന്റെ വളരെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ അറിയത്തില്ലെങ്കിൽ, ആര്യനന്ദനോട് ഞാൻ ഇന്നലെ ഫുട്ബോളിനെ പറ്റി ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് എന്താണെന്നോ, എടാ എനിക്ക് അധികം അറിയില്ല, പക്ഷെ എനിക്ക് മെസ്സിനെയും അർജന്റീനയും ഇഷ്ടമാണ്, ഞാൻ ഫുട്ബോള് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അറിയത്തില്ല, അതൊരു ഇൻസെക്യൂർ ആണ് ചിലര് അങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ടൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഗേൾസ് ആട്ടോ ആക്ച്വലി പക്ഷെ മെജോറിറ്റി ആൾക്കാർ അങ്ങനല്ല. അറിയാമെങ്കിൽ നമ്മൾ സംസാരിക്കാം, അറിയാത്തടുത്ത് മിണ്ടാണ്ടിരിക്കുക. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും വേൾഡ് കപ്പ് 19th എനിക്ക് തോന്നുന്നു. 19th ഒക്കെ ആകുമ്പോൾ കഴിയും. അപ്പം ആര് കപ്പ് അടിക്കും എന്നാണ് തോന്നുന്നത്? എംബാപ്പെ പോർച്ചുഗൽ ആയതുകൊണ്ട് എംബാപ്പയോടും ഇംഗ്ലണ്ട്, ബെല്ലിംഗം അങ്ങനെയൊന്നുമില്ല, ആരായാലും കപ്പ് അടിച്ചോട്ടെ, അതാണ് എനിക്ക് അർജന്റീന അടിക്കണം എന്നാണ് എനിക്ക് ഇഷ്ടം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹം. എനിക്ക് നമ്മുടെ ബ്രസീൽ പോയതുകൊണ്ട് എനിക്ക് അറിയില്ല, ഏത് സ്പെയിൻ അടിച്ചാലും അർജന്റീന അടിച്ചാലും ഐ വിൽ ബി ഹാപ്പി. പിന്നെ 2030 നെയ്മർ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ റഫീനയ്ക്ക് ആണെങ്കിലും വിനീഷ്യസ് ജൂനിയർ, നമ്മുടെ റയൽ മാഡ്രിഡിൽ വിനീഷ്യസ് ജൂനിയറിനെ എനിക്ക് ഭയങ്കര, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് ഭയങ്കര ടോപ്പായിട്ട് അങ്ങനെ തോന്നാറില്ല. എനിക്ക് പൊതുവേ ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വിനീഷ്യസ് ജൂനിയറിനെ പേഴ്സണലി അത്ര ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നില്ല. ഞാൻ റഫീനയെ കണ്ടിട്ടും നെയ്മറിനെ കണ്ടിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ കാസിമെറോനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിനീഷ്യസ് ജൂനിയർ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ മറ്റേ ഞാനൊരു ഇതിൽ കണ്ടു, ക്ലബില് അത്ര ഇതല്ല, പക്ഷെ വേൾഡ് കപ്പ് വന്നപ്പോൾ ടോപ്പ് കളി വിനീഷ്യസ് ജൂനിയർ കളിച്ചു. സോ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ പറയാ. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ 2030 ബ്രസീലിന്റെ അടുത്ത കപ്പ് 2030 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വർഷം മേ ബി ഫ്രാൻസും സ്പെയിനും വരുമ്പോ ആര് ജയിക്കുന്ന തോന്നുന്നത്? എനിക്ക് സ്പെയിൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഫ്രാൻസ് ഡെംബലയും എംബാപ്പയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ അർജന്റീന ഇംഗ്ലണ്ട് വരുമ്പോ ഒബ്വിയസ്ലി അർജന്റീന ജയിക്കും എന്നാണ് തോന്നുന്നത്. എന്താ തോന്നുന്നത്? അർജന്റീന മിക്കവാറും ലാസ്റ്റ് ഇയറിലെ പോലെ ഒരു ഫ്രാൻസ് അർജന്റീന ഫൈനൽ, ഇല്ലെങ്കിൽ സ്പെയിൻ അർജന്റീന ഫൈനൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കൊട്ടാരക്കരയിൽ അങ്ങനെ ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ പുറമേ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത്തിരി കൂടെ ഒന്ന് ഡീപ്പായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ ഇനിയും കുറെ ഡെവലപ്മെന്റ്സ് വരാനുണ്ട്. കൊട്ടാരക്കരയിലെ ഗേൾസ് സേഫ്റ്റി ആണോ, ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നൈറ്റ് ലൈഫ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ കൊട്ടാരക്കര ഇത്തിരി കൂടെ ഒക്കെ വികസനത്തിലേക്ക് പോകണം എന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അത് ശരിയാട്ടോ. നമ്മൾ തിരുവനന്തപുരത്തുനിന്നും എറണാകുളത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു വിഷമമായോ, കൊട്ടാരക്കരയിൽ ആക്ച്വലി ഒരു നൈറ്റ് ലൈഫ് പരിപാടി ഒന്നും ഇല്ല. കൊട്ടാരക്കര മോശമാണെന്നല്ല കേട്ടോ. കാരണം നമ്മൾ എവിടുന്നാ വരുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ കൊല്ലം എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ പറയുന്നത് കൊട്ടാരക്കരയിലാ. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമാണ്. ലാസ്റ്റ് ഒരു മിനിസ്ട്രി വന്ന ടൈമിലൊക്കെ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഡെവലപ്ഡ് ആവാനില്ല. ചേട്ടൻ പത്തനംതിട്ടയിൽ വരുന്നോണ്ട് തന്നെ എനിക്ക് പറയാൻ വെച്ചാൽ ഞങ്ങളുടെ പത്തനംതിട്ട വെച്ച് നോക്കുമ്പോൾ കൊട്ടാരക്കര കുറച്ച് ഡെവലപ്ഡ് ആണ്. പത്തനംതിട്ട ജില്ല മീൻസ് പത്തനംതിട്ട ആസ്ഥാനത്ത് വികസനം കുറവാണ്. തിരുവല്ല, അടൂർ, പിന്നെ പന്തളം, അങ്ങനെ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം പത്തനംതിട്ടയേക്കാളും കൂടുതൽ വികസനമാണ് ഉള്ളത്. പത്തനംതിട്ട പക്ഷെ ഇപ്പൊ ഈ എന്താ പറയുക, ഒരു അബാന്റെ അവിടെ ഒരു ഫ്ലൈ ഓവർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ആ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട കുറച്ചുകൂടെ ഡെവലപ്പ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ശബരിമല പാത റെയിൽവേ അതിപ്പോ അടുത്ത ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ കാര്യം വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട കുറച്ചുകൂടെ ഡെവലപ്പ്. നമുക്ക് ഇവിടെ പുറത്തു പോകാൻ ഒരു മോളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കൊട്ടാരക്കര മെയിൻലി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ KSRTC ആ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ആ കൊട്ടാരക്കര ഏരിയയില് പ്രോപ്പർ ആയിട്ട് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ടോ അറിയോ? റെസ്റ്റോറന്റിന്റെ കാര്യത്തിൽ ഇത്തിരി ഇഷ്ടംപോലെ ഫുഡ് ഏരിയാസ് ഉണ്ട്. കൈമാസ്, ബേക്കറി, അങ്ങോട്ടുണ്ട്. എല്ലാം ഒരു റൂട്ട് സ്പിന്നേഴ്സ്, കരിക്കം ആ ഒരു സൈഡിലോട്ടാണ്. ഈ കൊട്ടാരക്കര നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആക്സസിബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. പിന്നെ രാജീസ് സ്റ്റാർട്ട് ചെയ്തു മറ്റേ ഇവിടെ നമ്മുടെ ലക്ഷ്മിയുടെ ഓപ്പോസിറ്റ്. പക്ഷെ അവർക്കൊരു പ്രോപ്പർ പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ആയിപ്പോയത്. പക്ഷെ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഒരു നൈറ്റ് ലൈഫിനുള്ളൊരു സംഭവം സെറ്റ് ചെയ്യായിരുന്നു. പക്ഷെ പാർക്കിംഗ് സ്പേസ് ഇല്ല, അതേപോലെ ഡിസ്പോസൽ ഏരിയാസ് ഇല്ല. അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു റെസ്റ്റോറന്റ് വളരെ അത്യാവശ്യമല്ലേ? റെസ്റ്റോറന്റ് മാത്രമല്ല, ട്രാഫിക്കിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പോലും കൊട്ടാരക്കരയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ്. വണ്ടിയുടെ ഒക്കെ കാര്യത്തിൽ, ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ്. അപ്പൊ അതിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ നല്ലതാന്ന് തോന്നുന്നു. ട്രാഫിക്കിന്റെ അവിടെ എത്ര നേരം അവിടെ ഈ
ഞാൻ അവിടെ നടുവിൽ വരികയാണ്. അപ്പൊ KSRTC വന്നു കഴിഞ്ഞാലും ഒരു 5-10 മിനിറ്റ് അവിടെ ഇങ്ങനെ ട്രാഫിക് വെറുതെ പക്ഷെ അപ്പുറത്തെ KSRTC സ്റ്റാൻഡ് നടന്നു പോയാൽ എനിക്ക് അവിടെ കയറി ചെല്ലാം. പക്ഷെ എന്നാലും ഞാൻ അല്ല അത് ഇവിടുത്തെ ഒരു കോമഡിയാണ്. നമ്മള് സ്റ്റാൻഡ് എത്തുന്നതിന് മുന്നേ ഈ ട്രാഫിക് കഴിയാൻ വയ്യാത്തോണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, നമ്മളെല്ലാം അവിടെ നിന്ന് ഇറങ്ങും. നൈറ്റ് ആണെങ്കിൽ പോലും KSRTC ഒക്കെ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അത്ര സ്പേസ് പോലും സ്റ്റാൻഡിന് മറ്റേ എവിടെയുള്ളത് കൊട്ടാരക്കരയിൽ ആരോ ഉള്ള ഒരാള് നേരത്തെ ചേട്ടൻ പറഞ്ഞ ഞാൻ കേട്ടതാണ്, നമ്മുടെ ബസ് പോകാൻ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തോണ്ട് ബസ് എടുത്തങ്ങ് പോയി. നിങ്ങളവിടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു ഒരു സമയത്ത്. ഇങ്ങനെ എന്തുവാ രാത്രി പോകാൻ ബസ് ഇല്ലാത്തത് കൊണ്ട് ബസ് എടുത്തോണ്ട് പോയി. അത് കൂടുതൽ ഞാൻ കണ്ടിട്ടത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്നും ഈ ന്യൂസ് ഞാൻ കേട്ടില്ല. ഈ കൊട്ടാരക്കര ഭാഗത്താണ് ഞാൻ പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങളുടെയൊക്കെ ഒരു സ്ലാങ് ഒരു ഞങ്ങളുടെ പത്തനംതിട്ടയുമായിട്ട് ഒരു നല്ല ഡിഫറെന്റ് ആയിട്ട് തോന്നിയോ ആ ഒരു സംസാരമൊക്കെ? അതെന്താണോ, ഞങ്ങളുടെ ലാംഗ്വേജിന്റെ വളരെ കൊല്ലത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജിന്റെ വളരെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ പ്രോപ്പർ നമ്മള് എന്താ ഇവരൊക്കെ സംസാരിക്കുന്ന പോലത്തെ മറ്റേ നമ്മൾ പ്രോപ്പർ എക്സാക്ട് മലയാളം എന്താണോ നമ്മള് എന്താ നേരത്തെ ചേട്ടൻ എന്തോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയത്താണ് പ്രോപ്പർ എന്ന്. പക്ഷെ അല്ല കേട്ടോ, നമ്മൾ കൊല്ലമാണ് അച്ചടി ഭാഷ. മറ്റേ കോട്ടയം എനിക്കൊന്ന് അക്ഷരനഗരി ലിറ്ററസിയുടെ കാര്യത്തിൽ എന്തോ ആണ് കോട്ടയം പറയുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെയാണ് പ്രോപ്പർ ലാംഗ്വേജ്. അതെ അല്ലേ? കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ഈ 3 ജില്ലയാണ് അത്യാവശ്യം. അല്ല കോട്ടയത്ത് പ്രോപ്പർ എങ്ങനെയാവോ അവര് സംസാരിക്കുന്നത് എങ്ങനെയാന്നോ എന്നതാ ഇതെങ്ങനെയാ പ്രോപ്പർ മലയാളാവുന്നേ? നമ്മള് പക്ഷേ എന്താ നമ്മൾ അടുത്തടുത്താണല്ലോ. പിന്നെ കൊല്ലം ജില്ല മൊത്തം നോക്കുമ്പോ പലയിടത്ത് പല രീതിയിലാണ്. അല്ല പത്തനംതിട്ടയിൽ ഒരു സ്ലാങ്ങിനൊരു ഒരു ഡിഫറൻസ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പത്തനംതിട്ട ഒരു കോട്ടയം സ്ലാങ് പലപ്പോഴും വരാറുണ്ട്. അവിടുത്തെ ക്രിസ്ത്യൻസ് തിരുവല്ല പത്തനംതിട്ടയല്ലേ? നേരത്തെ നമ്മുടെ കരുനാഗപ്പള്ളിനെ പറഞ്ഞു തിരുവല്ല പത്തനംതിട്ടയല്ലേ? ചങ്ങനാശ്ശേരി ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അവരൊക്കെ പറഞ്ഞ ആണോടെ എങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. പക്ഷെ നമ്മള് നന്നായിട്ട് സംസാരിക്കുന്ന നമ്മള് പറയുമ്പോ വലിയ ഇതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും അതെ നമ്മൾ കൊല്ലത്തുള്ളവര് ഇവരൊക്കെ എങ്ങനെയാണോ നമ്മൾ അങ്ങനല്ല കേട്ടോ, നമ്മൾ പ്രോപ്പർ ലാംഗ്വേജ് ആണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതേപോലെ ഞാൻ കോളേജില് കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഉള്ള കുറെ പിള്ളേരുണ്ട്. അവരുടെയൊക്കെ അവര് കുറച്ചുകൂടെ ഫ്ലെക്സ് ചെയ്യാൻ ശ്രമിക്കും. മറ്റേ ഇവരെ ഒന്ന് ഇതാക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവത്തേ ഇല്ല ഇവരുടെ ഭാഷ. എന്തൊക്കെയോ പറയും. അപ്പൊ ഇവരുടെ വിചാരം ഇത് ഫ്ലെക്സ് ആണ്, പക്ഷെ ഇത് ആക്ച്വലി ഫ്ലെക്സ് അല്ല കേട്ടോ. നമ്മൾ മലയാളികൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരുണ്ട്. കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം കൊല്ലം അതിനകത്ത് ഉണ്ട്, എന്നാലും വളരെ കുറവാണ്. അവരാണെങ്കിൽ പോലും ഞാൻ കോളേജിലാണ് പഠിക്കുന്നത്, കൊല്ലത്താണ്. അപ്പൊ അവിടെ ആണെങ്കിൽ പോലും എല്ലായിടത്തും നിന്നുള്ളവരുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ പോലും ചിലർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ഇന്നലെ ഫസ്റ്റ് ഇയേഴ്സ് വന്ന സമയത്ത് അവൻ ഒരു പയ്യൻ എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി മുടക്കുണ്ടോന്ന്. അതെന്ത് തേങ്ങ ഞാൻ അടുത്തേക്കുന്ന ആൾ ഇതെന്നതാ ഉദ്ദേശിക്കുന്നത് ഞാൻ വിളിച്ചു ചോദിച്ചു. കാരണം എനിക്ക് മനസ്സിലായില്ല അവൻ അവധി ഉണ്ടോന്നാണ് ചോദിച്ചത്. അപ്പൊ പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാവാറില്ല. നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് പോകും. എന്തായി പറയുന്നത്? ഞാൻ കുറച്ച് വേർഡ്സ് പറയാം. ഓക്കെ, അത് ഏത് നാട്ടിലുള്ള പ്രോപ്പർ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കോഴിക്കോട് എന്ന സമയത്ത് അത് നിങ്ങൾ ഗസ് ചെയ്യാം. ഓക്കെ, ഞാൻ വേർഡ്സ് പറയാം. വത്തക്ക, മറ്റേ തണ്ണിമത്തനല്ലേ? ഓക്കെ. കൂറ. അയ്യോ അതെനിക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം കൂറ എന്താന്ന്? കൂറ എന്ന് വെച്ചാ കോക്രോച്ച് ആണ്. പാറ്റ, നമ്മള് പാറ്റേനെ പറയും മലപ്പുറം. അതേപോലെ മാച്ചി, എനിക്കറിയില്ല. മാച്ചി അല്ല അതെനിക്കറിയില്ല, മലയാളമാണ്. എന്താന്ന് ചൂല്. അതേപോലെ മാറാല അറിയാലോ? ചെലന്തി വല. നമ്മള് പ്രോപ്പർ ചിലന്തി വല എന്നാ. ചിലര് ചിക്കിലി വല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ? ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ. കൊല്ലം ജില്ലയിൽ ഭയങ്കരമായിട്ട് ലേസിനടി, മറ്റേ പപ്പടത്തിനടി, സാലഡിനടി, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെ ഐസ്ക്രീമിനടി എന്നൊക്കെ പറഞ്ഞ് പലരും ബ്ലെയിം ചെയ്യാറുണ്ട്. ഞാനാണെങ്കിൽ പോലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് പലരും നിങ്ങൾ കൊല്ലം ജില്ലക്കാരല്ലേ, നിങ്ങൾ മറ്റേ എല്ലാത്തിനും അടി ഉണ്ടാകുന്നവരല്ലേ, ഞങ്ങൾ ഭയങ്കര കിടില എന്നൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, നല്ല ആൾക്കാരും ഇല്ലേ? ഇത് ഏറ്റവും കൂടുതൽ ഒരു വഴക്കുണ്ടായാലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കൊല്ലം വന്നാൽ അത് ഭയങ്കര ഫേമസ് ആവാറുണ്ട് അങ്ങനെ ഒരു സാധനം പറയുമ്പോ. ശരിയാ പറഞ്ഞത്. ഇപ്പൊ ഓരോ ജില്ലക്ക് അതിന്റേതായ ഒരു ഐഡന്റിറ്റി വെച്ചേക്കും. എന്താ പറയാ, തിരുവനന്തപുരം ജില്ല പറയുമ്പോ വേറൊരു രീതി, പത്തനംതിട്ട വേറൊരു രീതി, കൊല്ലം എന്ന് പറയുമ്പോ കൂടുതൽ ഞങ്ങളൊക്കെ ഞാൻ കുറ്റം പറയുമല്ല, ഭയങ്കര അരിപ്പന്മാരാണ്.
പിശുക്കന്മാരാണ്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റീരിയോടൈപ്പ് വെച്ചേക്കാ ഓരോ ജില്ലയ്ക്ക് വെക്കുമല്ലോ. നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെ ഞാനൊരു സത്യം പറയട്ടെ, നമ്മൾ പത്തനംതിട്ട പോയ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു പത്തനംതിട്ട ഫുൾ അരിപ്പുമാരാ, പിശുക്കായിട്ടുള്ള ആൾക്കാരാ. ഐ മീൻ അവിടെ കൂടുതൽ മെർച്ചന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അവര് ഭയങ്കര പിശുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നിപ്പോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അന്ന് 1000 രൂപ ഏൺ ചെയ്യുവാണെങ്കിൽ 2000 രൂപ ചെലവാക്കിയിട്ട് വരുന്ന ആൾക്കാരാണ്. പക്ഷെ പത്തനംതിട്ട അങ്ങോട്ടുള്ള സൈഡിലൊക്കെ കൂടുതൽ എങ്ങനെയാണെന്നോ അവര് ആ പൈസ സേവ് ചെയ്ത് വെച്ച് വസ്തുവും വീടൊക്കെ മേടിക്കുന്ന എന്റെ ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ട്. അതിപ്പോ ഈ ലേസിന്റെ കാര്യം ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഇതാ വന്നത്. കൊല്ലം എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണല്ലോ, അപ്പൊ പിന്നെ അവർ അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു മറ്റ് ജില്ലക്കാർക്ക് തോന്നാം. ഈവൻ പ്രളയം വന്ന സമയത്ത് പോലും ആണെങ്കിലും ഏറ്റവും കൂടുതൽ റെസ്ക്യൂന് ഇവിടെ നിന്ന് പോയത് കൊല്ലം ജില്ലയിലാണ്. അതൊന്നും ഒരു ഫോക്കസ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാലും അത് ഭയങ്കരമായിട്ട് അങ്ങനെ ഇത് വന്നത് കൊണ്ടാണ് പിന്നെ എല്ലാ ജില്ലകളിലും ഇതുണ്ട്. പക്ഷെ കൊല്ലത്ത് അങ്ങനെ ആയതുകൊണ്ട് അത് ഫോക്കസ് ചെയ്യാം. സോഷ്യൽ മീഡിയ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യാറ്. ഉപ്പയുടെ പേരിന്റെ സദ്യക്ക് വഴക്കുണ്ടായത്, പിന്നെ അങ്ങനെ പല പല വിഷയങ്ങൾ കൊല്ലത്തെ ബേസ് ചെയ്ത് എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ പിന്നെ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസിലാണെങ്കിൽ പോലെ ഒരു വേർഡ് കൊണ്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെ മനസ്സിലാക്കാൻ ലൈക്ക് ഒരു ഇമോജി എന്തെങ്കിലും കാണുമ്പോൾ കമന്റ് സെക്ഷനിലൂടെ നോക്കിയാൽ മതി. മറ്റേ മഞ്ഞ ലേസ് അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും കൊല്ലാണ് എന്ന് കാണുന്ന ഒരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കൂടുതലും ഈ കാര്യം കൊണ്ട് ഓരോ ജില്ലയ്ക്ക് ഒരു ഐഡന്റിറ്റി കൊണ്ട് ഭയങ്കര ജഡ്ജ്മെന്റൽ ആണ്. അത് വലിയൊരു സംഭവമാണ്. പിന്നെ ഇതൊരു യൂത്തിന്റെ മൈഗ്രേഷൻ ആ ഒരു കാര്യത്തെ പറ്റി എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പം നേരത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ യൂത്ത് കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ യൂത്തിനെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ നിർത്താന്? ഇപ്പൊ നമുക്ക് ജോലി സാധ്യത കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുകൊടുക്കാൻ നമുക്ക് പറ്റും. മേ ബി ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് യൂത്ത് മെയിൻലി പോകുന്നത്. പിന്നെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇവിടത്തേക്കാൾ ഇത്തിരി ഇംപ്രൂവ്ഡ് ആണെന്നുള്ളൊരു സംഭവം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവർ പോകുന്നത്. ഇവിടെ തന്നെ ആണെങ്കിൽ പോലും ഒരു PSC ടെസ്റ്റ് എഴുതിയെടുത്താൽ അത് എത്ര വർഷം ഇവിടെ നിന്നാലാണ് ഒരു ടെസ്റ്റിൽ വീഴുക. ഇപ്പൊ എന്റെ തന്നെ കുറെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും വർഷങ്ങളായിട്ട് ആ ചേട്ടൻ +2 കഴിഞ്ഞ് തുടങ്ങിയതാണ്. ചേട്ടൻ ഈ ഇടയ്ക്കാണ് ഒരു പോലീസ് ടെസ്റ്റിൽ എഴുതി വീണത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം അവരുടെ ഓൺ സംഭവങ്ങൾ നോക്കുമ്പോൾ അവർക്ക് ഇത്തിരി ബെറ്റർ അതാണ് എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം പണ്ടത്തെ കോഴ്സുകൾ തന്നെയാണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്കറിയുന്ന ഒരു ഹോസ്പിറ്റലില് അസിസ്റ്റന്റ് മാനേജറായിട്ട് കൊട്ടാരക്കരയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് മാനേജറാണ് എന്റെ കസിൻ ചേട്ടൻ. പുള്ളി അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്, എന്നാൽ പോലും ഒരു സെൽഫ് ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഇല്ല. സാലറിയുടെ കാര്യത്തിനാണെങ്കിൽ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ കുറവായതുകൊണ്ട് തന്നെ പുള്ളി ലാസ്റ്റ് വീക്ക് അബ്രോഡ് പോയി. എന്തിനാ പോയെന്നറിയോ? പാക്കിംഗ് റിലേറ്റഡ് ജോബ് ചെയ്യാൻ, അസിസ്റ്റന്റ് മാനേജർ എന്ന്. ഓൾമോസ്റ്റ് അബ്രോഡ് പോകുന്ന എല്ലാവരും ഈ മീൻ ബാഡായിട്ട് പറയല്ല, മീൻ മുറിക്കുന്ന പാക്ക് ചെയ്യുന്നത്, പിന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇങ്ങനത്തെ ജോബുകളാണ്. കാരണം എന്തുകൊണ്ട് നല്ല സാലറി ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുക, ഇത്രയും പ്രഷർ ഇല്ല. പാർട്ട് ടൈം ജോബ് ചെയ്താലും നമുക്ക് ഇവിടുത്തെ ഫുൾ ടൈം ജോബിനേക്കാളും സാലറി ഉണ്ട്. പക്ഷെ ഇപ്പോഴും കണ്ടു വന്ന വെച്ചാല് കൂടുതലായിട്ടും ആളുകൾ ഇപ്പോ ഈ മൈഗ്രേഷൻ കുറഞ്ഞു. ഇപ്പൊ മറ്റേ യൂറോപ്പ് ആണെങ്കിൽ പോലും ഗൾഫ് മേഖലയാണെങ്കിൽ പോലും ഞാനിപ്പോ കണ്ടു വെച്ചാല് അവിടെ ആളുകളെ എടുക്കുന്നില്ല. എസ്പെഷ്യലി ഇന്ത്യൻസിനെ ഇന്ത്യൻസ് കുറ്റം പറയല്ല, നമ്മൾ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൾച്ചറും നമ്മള് ഫോളോ ചെയ്യണം. പക്ഷെ ഞാനിപ്പോ ഇന്ത്യക്കാരാണെങ്കിൽ എന്റെ ഈ സ്വഭാവം കൊണ്ട് ഒരിക്കലും അവിടെ പോയി കാണിക്കും. പക്ഷെ പുറത്ത് പോയിട്ടുള്ളവർ വന്നിട്ട് ആ ഹോം ലാൻഡിലും ആ സെയിം സാധനങ്ങൾ കാണിക്കുന്ന പോലെ തോന്നാറുണ്ട്. അതൊരിക്കലും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കൺട്രി ആണെങ്കിൽ പോലും ഡിഫറെന്റ് കൾച്ചർ ഉണ്ട്. അപ്പം അവിടുന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യുക, അത് ഇവിടെ കൊണ്ടുവന്ന അതാണ് കിടിലം എന്ന് പറയുന്നതിനോട് ഞാൻ അത് മാത്രല്ല, മെയിൻലി ഒരു മൈഗ്രേഷന്റെ റീസൺ എന്ന് പറഞ്ഞാല് സെക്യുലറിസം കാര്യങ്ങള് നമ്മുടെ ഒരു സിസ്റ്റമേ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പാർട്ടിനെയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല. എന്നാൽ പോലും ഡെവലപ്മെന്റ്സിന് പകരം വേറെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ നമുക്ക് തന്നെ തോന്നും, അയ്യോ നമ്മൾ ഈ എഫേർട്ട് ഇട്ട് പഠിക്കുന്ന നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഇത്ര എഫേർട്ട് ഇടുന്നത് വെർത്താണോ എന്ന് തോന്നാറുണ്ട്. കാരണം നമ്മുടെ കൺട്രിയില് ഞാൻ റിസർവേഷൻ അഗെയിൻസ്റ്റ് ആണെന്നും പറയില്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ കൺട്രിയിൽ നമ്മളിപ്പോ ടോപ്പ് റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ റിസർവേഷന്റെ പേരിൽ നമ്മൾ ബാക്കിലായി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് എവിടെയെങ്കിലും നോക്കും. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. റിസർവേഷൻ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റിസർവേഷൻ നമുക്ക് മാറ്റാം, പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും ജനറൽ കാറ്റഗറി ഭയങ്കര മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും റിസർവേഷൻ മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം SC ST എടുക്കുകയാണെങ്കിൽ SC ST
10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമേ എക്സാം എഴുതുന്നുള്ളൂ, ഇല്ലെങ്കിൽ ക്രാക്ക് ചെയ്ത് മുന്നോട്ട് കോച്ചിങ് കിട്ടുന്നുള്ളൂ. ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ, ഒരു ക്വാളിഫൈങ് മാർക്സ് മേടിക്കുന്നുള്ളൂ. അപ്പം പക്ഷെ ആനുകൂല്യങ്ങൾ എല്ലാവരും കിട്ടുന്നില്ല. റിസർവേഷൻ ഇപ്പൊ SC/ST കൊടുക്കുന്നുണ്ടെങ്കിൽ SC/ST ഒരു ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്നവർക്കായിരിക്കും ഫിനാൻഷ്യലി, കാരണം അവരുടെ പേരൻസ് ഒക്കെ പണ്ടോട്ടെ ഗവൺമെന്റ് ജോലി ചെയ്ത് ഫിനാൻഷ്യലി സ്റ്റേബിളായി മക്കളെ കോച്ചിങ്ങിനും വലിയ വലിയ സ്കൂളുകളിലും വിട്ട് വരുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ള പോലെ തോന്നിയിട്ടുണ്ട്. മെയിൻലി റിസർവേഷനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് എന്താണെന്നോ, നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ബേസിസിൽ ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുക. കാരണം മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല പൈസ കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ബേസിസിൽ മുന്നോട്ട് പോകുന്നതല്ലേ ബെറ്റർ? അതിപ്പം ജനറൽ എടുത്താൽ പോലും, നമ്മളിപ്പോ ഒരു കോളേജിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്താൽ പോലും ഒരു 10-25 സ്റ്റുഡൻസ് എടുത്താൽ പോലും ജനറൽ അതിനകത്ത് ഒരു 5-6 ഒക്കെ ആയിരിക്കും വരുന്നത്. എനിക്ക് പേഴ്സണലി പോലും അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഞാനത് കണ്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ ജനറലിൽ പലരും പിന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു PSC ടെസ്റ്റ് എടുത്താൽ പോലും UPSC അങ്ങനെയുള്ള ഏത് കോമ്പറ്റീറ്റീവ് ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്, പക്ഷെ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് പിന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ അത് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അൺഫെയർ ആണ്. ജനറൽ കാറ്റഗറിയിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന, അതിന് EWS ഉണ്ടെങ്കിൽ പോലും EWS ഇല്ലാത്ത കുറെ പേര് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട് ശരിക്കും. അതായത് കറക്റ്റ് പറഞ്ഞാല് ഈ റിസർവേഷൻ ഉള്ള ആളുകളൊന്നും പല ആനുകൂല്യങ്ങളും അറിയുന്നില്ല. ഗവൺമെന്റ് ഇങ്ങനെ ആനുകൂല്യങ്ങളുണ്ട്, പലരും അവെയർ അല്ല. ഇവരൊക്കെ സത്യം പറഞ്ഞാല് അങ്ങനെയുള്ള അവയർനെസ് കൊടുത്താൽ മാത്രമേ ഇതിന് പ്രയോജനം ഉണ്ടാകുള്ളൂ. ഈ അട്ടപ്പാടി പോലുള്ളിടത്ത് ഇപ്പൊ SC/ST എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദി SC/ST എടുക്കാണ്ട് ഈ അട്ടപ്പാടി അങ്ങനത്തെ ഉള്ള ഏരിയയിലൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. അവിടെയൊക്കെ കുറച്ചുകൂടെ ഇതാവാനായിട്ട്. അതെ, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നമ്മളിപ്പോ 20 ആണ് ക്വാളിഫൈങ് മാർക്സ് എങ്കിൽ, ഇപ്പം SC/STക്ക് 15 ആണെങ്കിൽ 15 മാർക്ക് മേടിക്കാനുള്ള ഒരു കോച്ചിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതുപോലും ഇപ്പം എസ്പെഷ്യലി ഇടുക്കിയിലെ എന്റെ പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട്, ബൈസൺ വാലി, അറിയായിരിക്കും. അപ്പൊ ആ ടീച്ചർ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഓക്കെ അവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. അതാണ് ഡെവലപ്മെന്റിന്റെ വളരെ ഒരു ആവശ്യം. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ, നിങ്ങളുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ആര്യനന്ദന ആൻഡ് ജസ്റ്റിൻ. സോ നമ്മുടെ അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വരും. അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഇനി എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ഇൻ ദ കമന്റ്സ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അക്യുമെന്റേഴ്സ് എഡ്യൂക്കെയർ ആണ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു ദെയർ ടീം. സോ അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ട് വരുന്നവരെ ബൈ ബൈ.